ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിലെ 2018 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ, മാർക്ക് എ പോയിന്റ് 7 സെന്റിമീറ്റർ എവേ ഫ്രം ഇറ്റ്സ് സെന്റർ, ഡ്രോ ദ ടാൻജൻസ് ടു ദ സർക്കിൾ ഫ്രം ദിസ് പോയിന്റ്. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് കേന്ദ്രത്തിൽ നിന്നും 7 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കണം. ഇതാണ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ. സെന്ററിൽ നിന്നും റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാർക്ക് എ പോയിന്റ് 7 സെന്റിമീറ്റർ എവേ ഫ്രം ഇറ്റ്സ് സെന്റർ. ഈ സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രത്തിൽ നിന്നും 7 സെന്റിമീറ്റർ അകലെയായി ഒരു പോയിന്റ് ഇടണം. അപ്പൊ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് 7 സെന്റിമീറ്റർ അളന്നതിന് ശേഷം 7 സെന്റിമീറ്ററിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് ഇടുന്നു. ഇനി അതിലേക്ക് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഇതാണ് ആ പോയിന്റ്. നമുക്ക് ആ പോയിന്റിനെ പി എന്ന് സൂചിപ്പിക്കാം. സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രത്തിന് നമുക്ക് ഒ എന്ന് സൂചിപ്പിക്കാം. ഒ മുതൽ പി വരെയുള്ള ലൈനിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് പി എന്ന പോയിന്റിൽ നിന്നും ഈ സർക്കിളിലേക്ക് അഥവാ വൃത്തത്തിലേക്ക് ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കണം. നമുക്കറിയാം, ഒരു വൃത്തത്തിന്റെ ഔട്ട്സൈഡിലുള്ള ഒരു പോയിന്റിൽ നിന്നും രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകൾ മാത്രമേ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അതെങ്ങനെയാണ് വരയ്ക്കുക? ഒ മുതൽ പി വരെ, അതായത് സെന്റർ, സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രത്തിൽ നിന്നും ഔട്ട്സൈഡുള്ള പോയിന്റ് വരെയുള്ള ദൂരം എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. അതിന്റെ കറക്റ്റ് പകുതി, 7ന്റെ പകുതി എത്രയാണ്? 7/2 ഈക്വൽ ടു 3.5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം. അപ്പോൾ ഈ ഓയിൽ നിന്ന് നമ്മൾ 3.5 സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ, സ്കെയിൽ കൊണ്ട് അളന്നു കഴിഞ്ഞാൽ, ഇതാണ് ഒ മുതൽ പി എന്ന ലൈൻ. ഒ പി എന്ന ലൈനിനെ കറക്റ്റ് ആയിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് വരും. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 3.5 ആണ്. ഈ പോയിന്റ് മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് 3.5 സെന്റിമീറ്റർ ആണ്. ഇനി ഈ പോയിന്റ് മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്ത് ഈ പോയിന്റിൽ കോമ്പസ് വെച്ച് നമുക്ക് ഒ പി എന്നീ 2 പോയിന്റ്സിനെ ഉൾപ്പെടുത്തി ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കാം. ഈ 2 സർക്കിൾസ് അഥവാ 2 വൃത്തങ്ങളും മീറ്റ് ചെയ്യുന്ന ഈ 2 പോയിന്റ്സ് ആണ് പി എന്ന പോയിന്റിൽ നിന്നും ഈ വൃത്തത്തിലേക്ക് വരുന്ന ടാൻജൻസ് അഥവാ തൊടുവരകൾ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ്. ഇനി നമുക്ക് പി എന്ന പോയിന്റിൽ നിന്നും ഈ 2 മാർക്ക് ചെയ്ത ഈ പോയിന്റുകളിലേക്ക് ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കാം. ഇവിടെ നമുക്ക് ക്യൂ ആർ എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ പി ക്യു പി ആർ എന്നിവയാണ് ഈ സർക്കിളിൽ വരുന്ന ടാൻജൻസ്. രണ്ടാമത്തെ ചോദ്യം, in the figure the circle with the center O is the x circle of the right triangle ACB and PQR are the points where the circle touches the sides of the triangle. AC equal to 8 centimeter, CR equal to 4 centimeter, BR equal to 2 centimeter. What is the length of AQ? What is the perimeter of the triangle ACB? What is the area of the triangle ACB? What is the radius of the incircle of triangle ACB? മട്ടത്രികോണം ACBയുടെ ബാഹ്യ വൃത്ത കേന്ദ്രമാണ് O. AP, AQ, BC എന്നിവ തൊടുവരകളാണ്. AC ഈക്വൽ ടു 8, CR ഈക്വൽ ടു 4, BR ഈക്വൽ ടു 2 സെന്റിമീറ്റർ വീതമാണ്. AQ എന്ന തൊടുവരയുടെ നീളം എന്താണ്? ACB എന്ന ത്രികോണത്തിന്റെ ചുറ്റളവ് എന്താണ്? ACB എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എന്താണ്? ത്രികോണം ACBയുടെ അന്തർവൃത്ത ആരം എത്ര? ഇതിലെ ആദ്യത്തെ ചോദ്യം എന്താണ്? AQ എന്ന തൊടുവരയുടെ നീളം അഥവാ AQ എന്ന ടാൻജന്റിന്റെ നീളം കണ്ടുപിടിക്കണം. ഇവിടെ AQ എന്ന ടാൻജന്റ് ഇതാണ്. അതിലെ ACയുടെ നീളം നമുക്ക് തന്നിട്ടുണ്ട്, 8 സെന്റിമീറ്റർ ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? CQയുടെ നീളം കണ്ടുപിടിക്കണം. ഇവിടെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? P എന്ന പോയിന്റിൽ നിന്നും PA, PB എന്ന 2 ടാൻജൻസ് അഥവാ തൊടുവരകൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ PA ഈക്വൽ ടു PB ആയിരിക്കും. അതായത് PA എന്ന തൊടുവരയുടെയും PB എന്ന തൊടുവരയുടെയും നീളം തുല്യമായിരിക്കും. അതുപോലെ ഇവിടെ C എന്ന പോയിന്റിൽ നിന്നും വന്ന 2 തൊടുവരകളാണ് CR, CQ എന്നത്. CR 4 സെന്റിമീറ്റർ ആണെങ്കിൽ CQ എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. CR ഈക്വൽ ടു CQ ഈക്വൽ ടു 4 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് പറയാം? AQ എന്ന ടാൻജന്റ് അഥവാ തൊടുവരയുടെ നീളം എന്നത് A മുതൽ C വരെയുള്ള നീളത്തിനോട് C മുതൽ Q വരെയുള്ള നീളം കൂട്ടിയാൽ മതി.
എ സി പ്ലസ് സി ക്യു. എ സി എന്നത് 8 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സി ക്യു 4 സെന്റിമീറ്റർ ആണ്. 8+4 എത്രയാണ്? 12 സെന്റിമീറ്റർ. അപ്പോൾ എ ക്യു എന്ന ടാൻജന്റ് അഥവാ തൊടുവരയുടെ നീളം എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ എ സി ബി? എ സി ബി എന്ന ത്രികോണത്തിന്റെ ചുറ്റളവ് എന്താണ്? ഇവിടെ എ സി ബി എന്ന ട്രയാങ്കിൾ ഇതാണ്. എ സി ബി എന്ന ട്രയാങ്കിളിന്റെ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ സി, സി ബി, എ ബി, ഈ 3 സൈഡുകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് എ സി അറിയാം 8 സെന്റിമീറ്റർ ആണ്, ബി സി അറിയാം 2+4 6 സെന്റിമീറ്റർ ആണ്, എ ബി നമുക്ക് അറിയില്ല. എ ബി നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ സി ബി എന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതായത് സി എന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ എ സി ബി എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണമാണ്. അതിലെ എ ബി എന്നത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എ ബി എന്നത് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ്. അപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമായ എ ബിയുടെ നീളം കണ്ടുപിടിക്കണം. യൂസിങ് പൈതഗോറസ് തിയറം, എ ബി ഈക്വൽ ടു, എ ബി എന്നത് എ സി ബി എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. റൂട്ട് ഓഫ് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി സ്ക്വയർ എന്താണ്? 8 സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ 2ഉം 4ഉം കൂട്ടിയാൽ 6 ആണ്, 6ന്റെ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 8ന്റെ സ്ക്വയർ എത്രയാണ്? 64. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. റൂട്ട് ഓഫ് 64 പ്ലസ് 36 എന്ത് വരും? 64 36 കൂട്ടിയാൽ 100. റൂട്ട് 100ന്റെ റൂട്ട് എത്രയാണ്? 10. അപ്പോൾ എ ബി എന്ന ഹൈപ്പോട്ടന്യൂസിന്റെ നീളം എത്ര കിട്ടി? 10 സെന്റിമീറ്റർ. ഇവിടെ ഇപ്പൊ നമുക്ക് എ സിയുടെയും ബി സിയുടെയും എ ബിയുടെയും നീളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ സി ബി അഥവാ എ സി ബി എന്ന ത്രികോണത്തിന്റെ ചുറ്റളവ് എത്രയാണ്? എ സി പ്ലസ് ബി സി പ്ലസ് എ ബി. എ സി എത്രയാണ്? 8 ആണെന്ന് തന്നിട്ടുണ്ട്. ബി സി 2ഉം 4ഉം കൂട്ടിയാൽ 6. എ ബി നമ്മൾ കണ്ടുപിടിച്ചു 10 ആണ്. 8+6 14. 14+10 എത്രയാണ്? 24 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ അഥവാ ചുറ്റളവ്. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ സി ബി? ട്രയാങ്കിൾ എ സി ബിയുടെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? എ സി ആണ്. ഹാഫ് ഇൻറ്റു എ സി. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അഥവാ ഉയരം എന്ന് പറയുന്നത് എന്താണ്? ബി സി ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു ബി സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ സി എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട് 8 ആണ്. ബി സി എത്രയാണ്? 2+4 6 ഈക്വൽ ടു 8ന്റെ പകുതി എത്രയാണ്? 4. 4 ഇൻറ്റു 6 എത്രയാണ്? 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്നത് അഥവാ പരപ്പളവ്. ഇനി നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ സി ബി? എ സി ബി എന്ന ട്രയാങ്കിളിന് ഒരു ഇൻസർക്കിൾ അഥവാ ഒരു അന്തർവൃത്തം ഉണ്ടെങ്കിൽ അതിന്റെ ആരം അഥവാ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 4ാമത്തെ പോയിന്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണമുണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് ഒരു അന്തർവൃത്തം അഥവാ ഒരു ഇൻസർക്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഈക്വൽ ടു ഏരിയ ബൈ പെരിമീറ്റർ ബൈ 2. ഏരിയ എന്ന് പറയുന്നത് ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ ഏരിയ, പെരിമീറ്റർ എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ ചുറ്റളവ്. അപ്പൊ ഇക്വേഷൻ ആദ്യം എഴുതാം. ആർ ഈക്വൽ ടു എ ബൈ പി ബൈ 2. ഇവിടെ ഏരിയ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്? 24 ആണ്. പെരിമീറ്റർ എത്രയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? 24 ആണ്. ബൈ 2 ഈക്വൽ ടു 24 ഹരിക്കണം 24ന്റെ പകുതി എത്രയാണ്? 12. 24 ഡിവൈഡഡ് ബൈ 12 എത്രയാണ്? 2 സെന്റിമീറ്റർ. അതായത് എ സി ബി എന്ന ഈ ട്രയാങ്കിൾ അഥവാ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഒരു ഇൻസർക്കിൾ അഥവാ ഒരു അന്തർവൃത്തം ഉണ്ടെങ്കിൽ അതിന്റെ റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആയിരിക്കും. മൂന്നാമത്തെ ചോദ്യം, draw a circle with radius 2.5 centimeter. Draw a triangle of two angles 50 degree, 60 degree with all its sides touching the circle. 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വശങ്ങളെല്ലാം വൃത്തത്തിന്റെ തൊടുവരകളായ ഒരു ത്രികോണം. 2 കോണുകൾ 50 ഡിഗ്രി 60 ഡിഗ്രി വീതമായി വരയ്ക്കുക.
അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ് 2.5 സെന്റിമീറ്റർ റേഡിയസ് അഥവാ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കണം. അതിനുശേഷം ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിന്റെ രണ്ട് കോണുകൾ 50 ഡിഗ്രി 60 ഡിഗ്രി എന്നിവയാവണം. വിത്ത് ഓൾ ഇറ്റ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. ഈ ട്രയാങ്കിളിന്റെ സൈഡുകൾ സർക്കിൾ അഥവാ വൃത്തത്തിൽ തൊട്ടിട്ടാവണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഫസ്റ്റ് തന്നെ നമ്മളോട് ഒരു 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ട്രയാങ്കിളിന്റെ സൈഡ്സ് അഥവാ വശങ്ങൾ സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണം വരയ്ക്കണം. ഈ നീളം എത്രയാണ്? റേഡിയസ് അഥവാ ആരം എന്നത് 2.5 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ 50 ഡിഗ്രി 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ എത്രയായിരിക്കും? നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രിയും 60 ഡിഗ്രിയും പോയി കഴിഞ്ഞാൽ എത്ര വരും? 70 ഡിഗ്രി. അതായത് ഈ മൂന്നാമത്തെ കോൺ എത്രയാണ്? 70 ഡിഗ്രിയാണ്. ഇങ്ങനെ ഒരു ചിത്രമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ സർക്കിളും ടാൻജന്റും അഥവാ വൃത്തവും തൊടുവരയും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത്, ടച്ച് ചെയ്യുന്ന സ്ഥലത്തിൽ നിന്ന് നമുക്ക് സെന്ററിലേക്ക് ഓരോ ലൈൻസ് വരയ്ക്കാം. ഇനി ഈ പോയിന്റ് നോക്കാം. ഇവിടെ നമുക്ക് എ എന്ന പോയിന്റ് ഇട്ട് കൊടുക്കാം. എ എന്ന പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് രണ്ട് ടാൻജൻസ് വന്നിട്ടുണ്ട്. ഈ ടാൻജൻസ് സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് രണ്ട് ലൈൻസ് അഥവാ വൃത്തത്തിന്റെ റേഡിയസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിനെ നമ്മൾ കേന്ദ്ര കോൺ അഥവാ സെൻട്രൽ ആംഗിൾ എന്നാണ് പറയുക. ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് കേന്ദ്ര കോണും ടാൻജൻസ് മീറ്റ് ചെയ്യുന്ന ആംഗിൾസും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കേന്ദ്ര കോൺ എക്സ് ഡിഗ്രി ആണെങ്കിൽ ടാൻജൻസ് മീറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് എക്സ് ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 180 മൈനസ് എക്സ് ഡിഗ്രി തന്നിട്ടുണ്ട്. എത്രയാണ്? 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര കോൺ അഥവാ എക്സ് ഡിഗ്രി എത്രയായിരിക്കും? 180 നിന്നും 50 പോയാൽ 130 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ കോൺ എന്ന് പറയുന്നത് 130 ഡിഗ്രി ആയിരിക്കും. ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ ബി എന്ന് പോയിന്റ് ഇടുന്നു. ബിയിൽ നിന്ന് വൃത്തത്തിലേക്ക് രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകൾ വന്നിട്ടുണ്ട്. ആ ടാൻജൻസ് സർക്കിളിൽ അഥവാ വൃത്തത്തിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് നിന്നും കേന്ദ്ര കോൺ വന്നിട്ടുണ്ട്. അതാണ് ഇത്. ഇത് 180 മൈനസ് എക്സ് ഡിഗ്രിയാണ് 60 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഡിഗ്രി എത്രയായിരിക്കും? 180 മൈനസ് 60, അതായത് 120 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇവിടെ എത്ര വരും? 180 നിന്ന് 70 ഡിഗ്രി പോയി കഴിഞ്ഞാൽ 110 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മൾ ഒരു റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിത്രമായിട്ട് വരയ്ക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ റേഡിയസ് അഥവാ ആരത്തിലുള്ള ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കണം. അതിനായിട്ട് കോമ്പസിൽ 2.5 സെന്റിമീറ്റർ അളന്നതിന് ശേഷം നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഇതാണ് സർക്കിളിന്റെ റേഡിയസ്. എത്രയാണ്? 2.5 സെന്റിമീറ്റർ ആണ്. ഇനി ഈ ലൈനാണ് ഇപ്പൊ നമ്മൾ വരച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് 130 ഡിഗ്രി കോൺ അളവിൽ മറ്റൊരു ലൈൻ വരയ്ക്കണം. അതിനായിട്ട് ഈ ലൈനിൽ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം 130 ഡിഗ്രി അടയാളപ്പെടുത്തി അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 130 ഡിഗ്രി. ഇനി ഈ ലൈനിൽ പ്രൊട്രാക്ടർ വെച്ച് 120 ഡിഗ്രി അളന്നതിന് ശേഷം 120 ഡിഗ്രി അടയാളപ്പെടുത്തി അവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഈ ആംഗിൾ 120 ഡിഗ്രി. അങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ പോയിന്റുകളാണ് ടാൻജൻസ് അഥവാ ട്രയാങ്കിളിന്റെ ഓരോ വശങ്ങളും സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ്. അപ്പോൾ ഈ പോയിന്റ്സിന് അഥവാ ഈ ലൈനുകൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് അഥവാ ലംബമായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. ആ ലൈൻസ് ടച്ച് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ എ ബി സി എന്നീ കോണുകൾ. ഇനി നമുക്ക് കോണുകൾ അടയാളപ്പെടുത്താം. ഇതാണ് എ എന്ന കോൺ. ഈ ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും. ഇത് ബി എന്ന കോണാണ്. ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇത് സി എന്ന കോണാണ്. ഇത് എത്രയാണ്? 70 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു ട്രയാങ്കിളും അതിന്റെ ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തവും വരയ്ക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2019 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്